നിങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? എന്റെ മകൾ എമ്മയ്ക്ക് 4 വയസ്സായിരുന്നു ഞാൻ എന്നെ രണ്ടാമത്തെ കുഞ്ഞായ മീലോയെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ചിന്തിച്ചിരുന്നത് സാധാരണ സഹോദരങ്ങളെപ്പോലെ വഴക്ക്, അടി, കരച്ചിൽ മുതലായവയെക്കുറിച്ചായിരുന്നു. പക്ഷേ എമ്മ മിണ്ടാതായി. എവിടെ പോയാലും എമ്മ എന്റെ പിന്നാലെ വരും. ഒന്നും പറയില്ല. ഞാൻ ചോദിച്ചാൽ മാത്രമേ മറുപടി പറയൂ. അത് അവളുടെ 5ാമത്തെ പിറന്നാളായിരുന്നു. ചെറുതായി ആഘോഷിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പന്തുകൾ, ബലൂണുകൾ, ഹോം മെയ്ഡ് കേക്ക്, ഡേ കെയറിലെ 3 സുഹൃത്തുക്കൾ. എമ്മ ഒരൊറ്റ കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. മീലോ എന്റെ പിറന്നാൾ പാർട്ടിക്ക് വരരുത്. അവനു വേണമെങ്കിൽ മുകളിലത്തെ നിലയിലിരുന്നു കാണാം. ഞാനത് ചിരിച്ചു തള്ളി. അവൻ കുഞ്ഞാണ് എമ്മ. നമുക്ക് അവനെ ബൗൺസി സീറ്റിലിരുത്താം. പക്ഷെ എമ്മ ആവർത്തിച്ചു. അതിൽ കൂടുതൽ ദേഷ്യപ്പെട്ടു. എന്നാലും ഞാൻ അവനെ പാർട്ടിക്ക് കൊണ്ടുവന്നു. അവളതെല്ലാം മറന്നുപോകുമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ അത് വലിയൊരു തെറ്റായിപ്പോയി. ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ എല്ലാവരും കൈയടിച്ചപ്പോൾ എമ്മ വെറുതെ മീലോയെ നോക്കി നിന്നു. കേക്ക് കണ്ടില്ല, സുഹൃത്തുക്കളെ കണ്ടില്ല, മീലോയെ മാത്രമേ അവൾ കണ്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് ദൂരേക്ക് ഓടിപ്പോയി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ബർത്ത്ഡേ കൂടി അവന് കൊടുത്തോളൂ. അല്ലെങ്കിലും എല്ലാം ഇനി അവനല്ലേ, ഇതുകൂടി അവൻ എടുത്തോട്ടെ. എല്ലാവരും നിശബ്ദരായി. പിന്നീട് ഞാനവളെ മുറിയിൽ വിളിച്ച് അവളുടെ പുതിയ കളിപ്പാട്ടങ്ങൾക്കൊപ്പം ഇരുത്തി. അവിടിരുന്നു. അവൾ പറഞ്ഞത് കേട്ട് എന്റെ ഹൃദയം തകർന്നു. അമ്മേ, എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ എന്നെ മാറ്റി പുതിയ കുഞ്ഞിനെ എടുത്തത്? ഞാനവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എമ്മ, അമ്മക്കും അച്ഛനും രണ്ടുപേരോടും ഒരുപോലെ സ്നേഹമുണ്ട്. അവളോട് പിന്നെയും ഒരുപാട് സംസാരിച്ചു. പക്ഷേ അവൾ വെറും തലകുനിച്ചും കളിപ്പാട്ടങ്ങളിലേക്ക് നോക്കിയും നിന്നു. അതിനുശേഷം വീട്ടിൽ അസാധാരണ സംഭവങ്ങൾ തുടങ്ങി. പസിഫയർസ് കാണാതായി. പിന്നീടത് കിട്ടുന്നത് റെഫ്രിജറേറ്ററിന്റെ പിന്നിൽ അല്ലെങ്കിൽ സോഫയുടെ അടിയിലായി. പുതിയ ഡയപ്പറുകൾ ടോയ്ലറ്റിലേക്ക് ഫ്ലഷ് ചെയ്യപ്പെട്ടു. മിലോയുടെ വസ്ത്രങ്ങൾ കാണാതാവും. പിന്നീട് അഴുക്കോടെ തിരികെ കിട്ടും. എമ്മ ഇതിനിടയിലൊക്കെ വളരെ ശാന്തതയോടെ സഹായിക്കുമായിരുന്നു. ഒരിക്കൽ രാത്രി 12 മണിക്ക് ഞാൻ ബേബി മോണിറ്ററിൽ ഏതോ തീക്ഷ്ണമായ ശബ്ദം കേട്ടു. മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ എമ്മ മിലോയുടെ കിടക്കക്കരികിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, നീ ഇല്ലെങ്കിൽ എല്ലാം നല്ലതായേനെ. അമ്മയ്ക്ക് എനിക്ക് വേണ്ടി സമയം കിട്ടുമായിരുന്നു. അച്ഛന് വിശ്രമിക്കാനും കഴിയും. നമുക്ക് പാർക്കിൽ പോകാനുമാകും. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഡോക്ടർ കിം പറഞ്ഞു, ഇത് സൈലന്റ് ഡിസ്പ്ലേസ്മെന്റ് സിൻഡ്രോം ആവാം. എമ്മ വിചാരിക്കുന്നത് സ്നേഹം എന്നത് ഒരു കേക്ക് പോലെയാണെന്നാണ്. ഒരാളിന് കൂടുതൽ ഭാഗം കിട്ടിയാൽ മറ്റേയാൾക്ക് കിട്ടുന്ന ഭാഗം കുറയും. അവളെ മനസ്സിലാക്കിക്കാൻ മാസങ്ങളെടുക്കേണ്ടി വന്നു. അതിൽ ഏറ്റവും വലിയ മാറ്റം വന്നത് ഞങ്ങൾ തമ്മിലുള്ള എമ്മ മമ്മി ടൈം ആരംഭിച്ചതോടെയാണ്. വെറും ഞങ്ങൾ 2 പേർ, ഐസ്ക്രീം, ഞങ്ങളുടെ സംസാരം, അവളെ അണിയിച്ചൊരുക്കൽ. ഇന്ന് എമ്മ ഒരു നല്ല സഹോദരിയാകുകയാണ്. ഇപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ അവളെ ഞങ്ങൾ പകരം വെച്ചിട്ടില്ല. അവളെ എന്നും സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഇപ്പോൾ അറിയാം.